الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കൃത്യമായ മാർഗനിർദ്ദേശമാണ് അള്ളാഹു പ്രവാചകന്മാരുടെ നൽകുന്നത്. അത് മനുഷ്യ സമൂഹത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന റബ്ബിൽ നിന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രംഗത്തേക്ക് മാത്രമല്ല ഹലാലും ഹറാമും ഉള്ളത്. ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെക്കാനുള്ളതല്ല ഹലാൽ എന്നത്. ഹലാൽ ഭക്ഷണം എന്നത് അത് കച്ചവട തന്ത്രമാണ്. ആ തന്ത്രം നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കച്ചവടക്കാർക്ക് പല തന്ത്രവും പ്രയോഗിക്കാം, പക്ഷെ ഹോട്ടലിന്റെ മുമ്പിൽ ഹലാൽ എന്ന് എഴുതിയിട്ടൊരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല. മാത്രമല്ല, ഇത് വിവാദമാക്കുന്ന ആളുകൾക്കാണ് പലപ്പോഴും പ്രശ്നം. മറ്റ് മതങ്ങൾ ഇഷ്ടപ്പെടുന്ന സസ്യാഹാരം ലഭ്യമാണ് എന്ന് എഴുതുന്നതിന് പ്രയാസമില്ല. നേരെ മറിച്ച് വീട് ചത്തതോ അതല്ലെങ്കിൽ അടിച്ചു കൊന്നതോ ഒന്നും അല്ലാത്ത അനുവദനീയമായ ഭക്ഷണം ഇവിടെ ലഭിക്കും എന്നതാണ് വിവാദമാവുന്നത്. പക്ഷെ ഇസ്ലാം ഒരുപക്ഷെ അങ്ങനെ എഴുതി വെക്കണം എന്നൊന്നും കൽപ്പിച്ചിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ട് ഹലാലും ഹറാമും. ഒരു കാര്യം അല്ലാഹു നമുക്ക് ഹറാമാക്കുമ്പോൾ നമ്മുടെ 5 കാര്യങ്ങൾക്ക് എതിരാകുമ്പോഴാണ് അത് ഹറാമാക്കുക. ഒന്ന്, നമ്മുടെ ബുദ്ധിക്ക് എതിരാകുക. മറ്റൊന്ന്, ബുദ്ധിക്ക് തകരാറ് വരുത്തുക. അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തകരാറ് വരുത്തുക. അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന് തകരാറ് വരുത്തുക. അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന്, അതല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്. ഈ 5 കാര്യങ്ങൾക്ക് എതിരാകുമ്പോഴാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹറാമാക്കിയ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഈ 5 ഏതെങ്കിലും ഹറാമായിരിക്കും. മദ്യം നിങ്ങൾ എടുത്തു നോക്കി, മദ്യം ഈ 5 തകരാറാണ്. ആരോഗ്യം നശിപ്പിക്കും, സമ്പത്ത് നശിപ്പിക്കും, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പരസ്പര ബന്ധം, ആത്മാഭിമാനം, ഇതൊക്കെ തകർക്കുന്ന മദ്യം. ചൂതാട്ടം നോക്കൂ നിങ്ങൾ, സമ്പത്ത് നശിപ്പിക്കും, പരസ്പര ബന്ധം നശിപ്പിക്കും. പണം വെച്ച് എല്ലാവരും വെക്കുന്ന പണം ഒരുത്തന് തന്നെ കിട്ടുകയും മറ്റതൊക്കെ കുറെ ആൾക്കാർ കുറെ പണം പോവുകയും ചെയ്യുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അടി അങ്ങോട്ട് ഉണ്ടാക്കല. ഇങ്ങനെ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇസ്ലാം വിരോധിക്കുന്ന ഏത് കാര്യം എടുത്തു നോക്കിയാലും മനുഷ്യന്റെ ബുദ്ധി, സമ്പത്ത്, ആരോഗ്യം, അഭിമാനം, പരസ്പര ബന്ധം, ഏതിനെങ്കിലും തകരാറ് വരുത്തുന്നതായിരിക്കും ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ ഹലാലും ഹറാമും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് സാമൂഹ്യമായ ബന്ധങ്ങളിൽ നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബീഉർ റജുലു അലാ ബൈഇർ റജുൽ. ഒരു മനുഷ്യൻ വില പറഞ്ഞതിന്റെ മേൽ മറ്റൊരാൾ വില പറയരുത്. നമ്മളൊരു ജീവിയെ, ഒരാടിനെ, പശുവിനെ, മറ്റെന്തെങ്കിലും ഒരു വസ്തുവിനെ വിൽപ്പന നടത്താൻ ഒരാൾ വന്നു അതിന് വില പറഞ്ഞു. ആ വില പറഞ്ഞ
വന്നിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ച ആള് ഇല്ല, ആ വിലക്ക് ഞാൻ തരൂല എന്ന് പറഞ്ഞ് കച്ചവടം വില പറഞ്ഞ ആൾ ഒഴിവായാലല്ലാതെ മറ്റൊരാളിന് വില പറയാൻ പാടില്ല എന്നാണ്. ഒരാളിപ്പോ ഞാൻ 1000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞാൽ 1100 ഞാൻ തരാന്ന് പറഞ്ഞ് അത് ലേലത്തിന് വെച്ചതാണെങ്കിൽ പറ്റും. അതല്ലാതെ നിലക്ക് വിൽപ്പനക്ക് പറ്റൂല. ലേലത്തിന് മുൻകൂട്ടി പറയുന്നതാണല്ലോ, ആരാണ് കൂടുതൽ തരിക അവർക്കേ കൊടുക്കുന്നത്. അതല്ല, കച്ചവടത്തിന് വെച്ചൊരു വസ്തു ഒരാൾ വില പറഞ്ഞിട്ട് അയാൾ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് മുമ്പ് ചാടി വീണിട്ട് വേറൊരാൾ വില പറയാൻ പാടില്ല. എന്താണ് അത്? അത് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് തകരാറാവുന്നതാണ്. ഇതുപോലെ തന്നെ വൈവാഹിക രംഗത്ത് നമുക്ക് കാണാം. വൈവാഹിക രംഗത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു പെൺകുട്ടിയെ ഒരാൾ വന്ന് വിവാഹം അന്വേഷിച്ചു. ആ വിവാഹം അന്വേഷിച്ച ആള് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാകുന്നതിന് മുമ്പേ മറ്റൊരുത്തം വന്നിട്ട് അവൻ തരുന്നതിനേക്കാൾ കൂടുതൽ മഹർ ഞാൻ തരാമെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം ആ ശത്രുത ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അള്ളാഹുവിന്റെ റസൂൽ വിലക്കി അത് പാടില്ല. അവൻ ഒഴിവായിട്ട് എനിക്ക് വേണ്ട പെൺകുട്ടി എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ രണ്ടാമതൊരാൾക്ക് വീട് അന്വേഷിക്കാം. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഇൽ മുൽത്തർ, നിർബന്ധിതന്റെ കച്ചവടം പ്രവാചക തിരുമേനി വിലക്കി എന്ന് പറഞ്ഞു. നിർബന്ധിതപ്പം പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചു, വലിയൊരു സംഖ്യ കടത്തിലായി, വീടും പറമ്പും വിൽക്കേണ്ടി എന്നൊരു ഗതികേട് വന്നു. അപ്പൊ ആ സമയത്ത് ഈ സാധു സമൂഹത്തിൽ നിലവിലുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് ഒന്നും നോക്കാതെ ചുളിവ് വിലക്ക് ചുരുങ്ങിയ വിലക്ക് വിറ്റ് ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ നിങ്ങൾ. അത് ആ വിറ്റ ആള് മാത്രമല്ല, തലമുറകളോളം നീണ്ടു നിൽക്കും അത് മനസ്സിൽ. എന്റെ വാപ്പാന്റെ അടുത്തുനിന്ന് ചുളുവിലക്ക് ചുരുങ്ങിയ വിലക്ക് തട്ടിയെടുത്ത മുതലാണ് അത്. തട്ടിയെടുത്ത അവരെ മനസ്സിലങ്ങനെ തോന്നുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ കുടുങ്ങി ആ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന മാനസികമായ വിഷമവും വെറുപ്പുണ്ടാകുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുൽത്തറിന്റെ അങ്ങനെ ഒരു മുൽത്തറായ ആളിൽ നിന്ന് ചുരുങ്ങിയ വിലക്ക് കച്ചവടം ചെയ്യുന്ന അള്ളാന്റെ റസൂൽ വിലക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ബൈഇൽ ഖറർ, വഞ്ചനയുള്ള കച്ചവടം, ചതിയും വഞ്ചനയുമുള്ള കച്ചവടം, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിക്കൊണ്ടോ അതുപോലെ തന്നെ പൂഴ്ത്തി വെച്ചുകൊണ്ടോ ഒക്കെ നടത്തുന്ന കച്ചവടം, അതൊക്കെയും വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് തകരാറാകുന്നതാണ്. അതുപോലെ തന്നെ ബൈഉ സമറ, ഫലവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തുക, ഖബല അൻ തുദ്രിക, അത് പാകമാകുന്നതിന് മുമ്പേ, പാകമായിട്ട് ഏതാണ്ട് ഇന്ന വില ഇത്ര ഉൽപ്പന്നം അതിൽ നിന്ന് കിട്ടുമെന്ന് കൃത്യമായി വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ തോട്ടത്തിനൊക്കെ ഒന്നിച്ച് വില പറയൂലേ, പൂവിട്ട് വരുമ്പോ തന്നെ വില പറയാ എന്ന് തോട്ടം ഒന്നിച്ചെടുക്കുക. റസൂലുള്ള വിലക്കിയതാണത്. കാരണം ഒരു മഴക്കാറ് വന്ന് സകലവും കഴിഞ്ഞു പോയാൽ ഇവൻ ശപിക്കും, മറ്റവനെ ശപിക്കും. അള്ളാഹുവിന്റെ റസൂൽ അത് വിലക്കി. ഇങ്ങനെ പരസ്പര ബന്ധത്തിന് തകരാറാവുന്ന, സമ്പത്തിനോ അഭിമാനത്തിനോ ഒക്കെ തകരാറാവുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിലും കൃത്യമായ നിർദ്ദേശമുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലായതും ത്വയ്യിബായതും ഭക്ഷിക്കുക. ത്വയ്യിബൊക്കെ വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ നിർദ്ദേശം നമുക്ക് അത് മാത്രം ഏതൊക്കെയാണ് കഴിക്കാൻ ഇസ്ലാം അനുവദിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ആ കുലൂ മിമ്മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത് നിങ്ങൾ ഭക്ഷണം ഭക്ഷിക്കുക, ഹലാലൻ അനുവദനീയമായതും ത്വയ്യിബൻ വിശിഷ്ടമായതും നല്ലതും. നല്ലത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പൊതുവെ പഠനത്തിലൂടെ ഒക്കെ ബോധ്യപ്പെട്ടത്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം എന്ന് തന്നെയാ പറഞ്ഞത്. അതുപോലെ തന്നെ ഹുർരിമത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖത്തു വൽ മൗഖൂദത്തു വൽ മുതറദ്ദിയത്തു വൻ നതിഹത്തു വമാ അകലസ്സബു ഇല്ലാ മാ ദക്കൈതും. ഹുർരിമത് അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അൽ മൈതത്തു, ശവം ഭക്ഷിക്കാൻ പാടില്ല. വദ്ദമു, രക്തം ഉപയോഗിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ മേൽ അറക്കപ്പെട്ടത് ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ മുൻഖനിഖത്തു, ശ്വാസം മുട്ടി ചത്തുപോയതിനെ കഴിക്കാൻ പാടില്ല. കയറിലോ മറ്റോ തൂങ്ങിയിട്ട് ശ്വാസം മുട്ടി ചത്തുപോയ ജീവികളുണ്ടല്ലോ, കഴിക്കൽ അനുവദനീയമായ ആട് പോലുള്ളതാണെങ്കിൽ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ മൗഖൂദത്തു, അടിച്ചു കൊന്നതിനെ കഴിക്കാൻ പാടില്ല.
വൽ മുത്തറത്തിയത്തു വീട് ചത്തത് മലമുകളിൽ ഉയരങ്ങളിൽ താഴോട്ട് വീട് ചത്തതിനെ കഴിക്കാൻ പാടില്ല. വൻ നത്തിഹത്തു കുത്തേറ്റ് ചത്തത്, ഇപ്പൊ ജീവികൾ തമ്മിൽ കുത്തുകൂടിയിട്ട് ചത്തുപോയാൽ അതിനെയും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ വിലക്കിയതാണ്. എന്തുകൊണ്ട് എന്നിപ്പോ അത് റസൂലിന്റെ സഹാബത്ത് ഒരു പക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ അത് അറിയുന്നുണ്ട്. അതിന്റെ ശരീരത്തിൽ പ്രത്യേകമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും അത് ദോഷകരമാണ് ശരീരത്തിന് എന്നൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മളോടൊരു കാര്യം അള്ള വിലക്കിയാൽ അതിന് ശാസ്ത്രീയമായ വശം ചിന്തിച്ചിട്ടല്ല, അത് നമ്മൾ അള്ള വിലക്കി എന്നുള്ളവർക്ക് എല്ലാം കൂടെ വിട്ടിരിക്കാറ്. അതിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ള യുക്തി എന്ന് കൃത്യമായി വേർതിരിച്ചറിഞ്ഞല്ല. അള്ള വിലക്കി അതുകൊണ്ട് വിട്ടു നിൽക്കുന്നു. എല്ലാ കാര്യത്തിന്റെയും കാരണം നമുക്ക് അറിഞ്ഞോളാം. റസൂൽ സഹാബത്തിന് കൃത്യമായിട്ട് അതിന്റെ കാരണം അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, അന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഈ ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ ചോദിച്ചു, നിങ്ങൾ ഈ ഭക്ഷിക്കാൻ വേണ്ടി അറുക്കുന്നതിനെ നിങ്ങൾക്ക് തിന്നാം, എന്നാല് ചത്തത് എന്ന് പറഞ്ഞാൽ അള്ള കൊന്നതാ, അള്ള കൊന്നതിനെ തിന്നാൻ പാടില്ല, അതെന്ത് ന്യായമാണ്? അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാതെ നിങ്ങൾ ഭക്ഷിക്കരുത്, അത് അധർമ്മമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകുന്നു, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി, നിങ്ങൾ അവനെ അനുസരിച്ചാൽ ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങളും അവരെ പോലെ ബഹുദൈവ വിശ്വാസികളായി തീരുമെന്ന്. നിങ്ങൾ തിന്നാൻ വേണ്ടി നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ചത്തത് എന്ന് പറഞ്ഞാൽ അള്ള കൊന്നതല്ലേ, എന്നാൽ അതിനെ തിന്നുന്നതിന് എന്താണ് എന്ന് ന്യായീകരണം പറഞ്ഞതിനെ കുറിച്ചാണ് പിശാച് അവന്റെ ആ മിത്രങ്ങൾക്ക് ചില ബോധനങ്ങൾ നൽകുന്നു, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി, അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കുകളായി തീരുമെന്ന്. അവ ചത്തതിന് എന്താ തിന്നുന്നതിന് എന്ന് വാദിച്ചപ്പോ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാം, അവ ചത്തതിനെ തിന്നാൻ പാടില്ല. അപ്പൊ പിശാചിനെ തോൽപ്പിക്കുക, എന്താ അള്ളാഹ് കൊന്നതല്ല, അത് തിന്നാൻ പാടില്ല എന്ന് അള്ളാഹ് വിലക്കി. എന്നിട്ട് അറുക്കുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ നിർദ്ദേശം പഠിപ്പിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു ജീവിനെ അറുക്കുകയാണെങ്കിൽ അറവിനെ നന്നാക്കണം. അതിന്റെ മൂർച്ചത്തല വളരെ നന്നായി മൂർച്ച കൂട്ടണം നിങ്ങൾ. ആ ഉരുവിന് ആശ്വാസം നൽകണം. അറക്കുകയാണ്, ആ വേദന സഹിക്കേണ്ടുന്ന സമയം പോലും ഉണ്ടാവുന്നത് അത്ര പെട്ടെന്ന്. പലപ്പോഴും അങ്ങനെയാണല്ലോ, വളരെ മൂർച്ച ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് വേദന പോലും അനുഭവിക്കേണ്ടി വരാത്ത രൂപത്തിൽ അറക്കണം എന്നാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് ഒരു ആടിനെ കാലി കെട്ടിയിട്ട് തള്ളിയിട്ട് എന്നിട്ട് അതിനെ ഊന്നിപ്പിടിച്ചതിന് ശേഷം ഇയാളിങ്ങനെ കത്തിക്ക് മൂർച്ച കൂട്ടുക. റസൂൽ അയാളോട് പറഞ്ഞു, ഈ ജീവിയെ നീ പല പ്രാവശ്യം കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് ആ ആയുധം മൂർച്ച കൂട്ടിയിട്ട് അറുത്താ പോരെന്ന് ചോദിച്ചു. അവിടെയൊക്കെ നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തില് ഈ ജീവിയെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിനെ കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞു, നീ അതിനെ പല പ്രാവശ്യം കൊല്ലരുത്. അപ്പൊ എന്നിട്ട് ആ ആയുധത്തെ നന്നായിട്ട് മൂർച്ച കൂട്ടി ആ ഉരുവിന് ആശ്വാസം നൽകണം, വളരെ പെട്ടെന്ന് അറുക്കണം. അത് അതിന്റെ വേദന പോലും സഹിക്കാൻ വേണ്ടി അത്ര പോലെ സമയം ഉണ്ടാകരുത്, വളരെ പെട്ടെന്ന് അറുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ജീവിയുടെ മുമ്പിൽ നിന്ന് ഇതിനെ അറുക്കരുത്, അറുക്കാൻ വേണ്ടി വെച്ച മറ്റൊരു ജീവിയുടെ മുമ്പിൽ നിന്ന് അറുക്കരുത്, ആ ജീവി കാണാതെ ആയിരിക്കണം ഇതിനെ അറുക്കുന്നത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഭക്ഷണ രംഗത്തേക്കുള്ള മര്യാദകളാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചില ആളുകൾ വന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാം, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അന്ന ഖൗമൻ ഖാലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ചോദിച്ചു, ഇന്ന ഖൗമൻ യഅ്തൂനനാ ബില്ലഹം, ഞങ്ങളുടെ അടുക്കൽ ചില ആളുകൾ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്, ലാ നദരി അദുക്കിറസ്മുല്ലാഹി അലൈഹി അംല, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണോ അറുത്തത് അല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. ജൂത ക്രിസ്ത്യാനികളുടെ ഭക്ഷണം അനുവദനീയമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് അറുത്തത് ഇത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല, അതിനെ കഴിക്കാൻ പറ്റുമോ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സമ്മു അലൈഹി, നിങ്ങളത് കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക, കുലുഹു എന്നിട്ട് തിന്നുകൊള്ളുക. അപ്പൊ നമുക്ക് കൃത്യമായി അറിയാത്ത കാര്യങ്ങൾ, ഈ അടിച്ചു കൊന്നതാണ്, ചത്തതിനെ കൊടുക്കുന്നതാണ് എന്നൊക്കെ തോന്നുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഭക്ഷണം മറ്റും ഒഴിവാക്കുക, അത്തരം ഘട്ടങ്ങളിലൊക്കെ. എന്നാൽ അത് അല്ലാഹുവിന്റെ നാമത്തിൽ ആണോ അറുത്തത് അല്ലേ എന്ന സംശയമുള്ള ഘട്ടത്തിൽ അത് പരമാവധി സൂക്ഷ്മത പുലർത്താൻ പറ്റുന്നിടത്തോളം സൂക്ഷ്മത പുലർത്തുക എന്നതല്ലാതെ
നമുക്കത് അറിയില്ല. മറ്റൊരു വീട്ടിലേക്ക് ചെന്നപ്പോൾ നമുക്ക് സൽക്കരിച്ച് അതിനെ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ അറക്കുമ്പോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥതാണ്, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അർത്ഥതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. അത് ശിർക്കാണ്. മറ്റുള്ളവരെ പ്രീതിക്ക് വേണ്ടി അർത്ഥം. അപ്പൊ ഇത്തരം നിയമനിർദ്ദേശങ്ങളൊക്കെ ഭക്ഷണ രംഗത്തേക്ക് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് എല്ലാ രംഗത്തുമുണ്ട് ഇത്തരം ഹലാലുകളും ഹറാമുകളും. പിന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു കയറ് കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു കുതിരയെ പോലെയാണ്. നിങ്ങൾക്ക് മേയാവുന്ന പോകാവുന്ന ഒരു ബൗണ്ടറി ഉണ്ട്, അത് നിങ്ങൾ വിട്ടുകടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അത് തിൽക ഹുദൂദുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ആ അതിർവരമ്പുകൾ വിട്ടുകിടക്കുന്നുവെങ്കിൽ അവനോട് തന്നെ അതിക്രമമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അള്ളാഹു നമുക്ക് കൃത്യമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള അതിർവരമ്പാണ് ഹലാൽ ഹറാമുകളുടെ അതിർവരമ്പുകൾ. അത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും ഉണ്ട്. ഭക്ഷണ രംഗത്തുണ്ട്, വൈവാഹിക രംഗത്തുണ്ട്, സാമ്പത്തിക രംഗത്തുണ്ട്, കുടുംബ ജീവിതത്തിലുണ്ട്, എല്ലാ രംഗത്തും. ഏതൊക്കെ രംഗത്ത് നമ്മൾ ഇടപെടുന്നുണ്ട് ആ രംഗങ്ങളിലൊക്കെയും ഹലാലും ഹറാമും ഉണ്ട്. അത് പരമാവധി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇത് മറ്റൊരു സമുദായത്തോട് ജിഹാദ് എന്ന നിലക്ക് മറ്റൊരു സമുദായത്തോട് വേർതിരിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്, ജിഹാദികളുടെ ഏർപ്പാടാണ് ഹലാല് കഴിക്കണം എന്ന് പറയുക. അതൊക്കെ സമൂഹത്തിലെ വർഗീയത ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ്. അപ്പൊ കൃത്യമായിട്ട് ഹലാൽ എന്താണ്, ഹറാം എന്താണ് നമ്മൾ മനസ്സിലാക്കുകയും അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് ഹലാൽ എന്ന് സമൂഹത്തിന് അത് സ്വയം ഉൾക്കൊള്ളുകയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ബാധ്യത. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കി അത് പിന്തുടർന്ന് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഒന്നാം ഖുതുബയിൽ ഹലാൽ ഹറാം ഭക്ഷണത്തിലും അല്ലാത്തതാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ഭക്ഷണത്തിൽ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഭക്ഷണത്തെ വളരെ കൃത്യമായ മര്യാദകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ആർത്തിയോടുകൂടി ഓടിച്ചെന്നിരിക്കുന്ന കഴിക്കാൻ പാടില്ല, കൈ കഴുകിക്കൊണ്ടായിരിക്കണം, പിന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം, ഭക്ഷണം മുൻഭാഗത്ത് നിന്ന് അവനവന്റെ മുൻഭാഗത്ത് നിന്ന്, ഒരേ ഭക്ഷണമാണെങ്കിൽ അവനവന്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ഇതൊക്കെ അങ്ങനെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പൊട്ടുള്ള പാത്രത്തിലൂടെ കുടിക്കാൻ, ആ പൊട്ടുള്ള ഭാഗത്തൂടെ കുടിക്കാൻ പാടില്ല. ഇതൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളാണ്. പൊട്ടുള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ആ പൊട്ടുള്ള ഭാഗത്തൂടെ കുടിക്കാൻ പാടില്ല എന്നൊക്കെ റസൂൽ വിരോധിച്ചതാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ വിരോധിച്ചു, അൻ യതനഫസ ഫിൽ ഇനായി, പാത്രത്തിലേക്ക് ശ്വാസം വിടുന്നതും ഔ യുൻഫഖ ഫിഹി, അല്ലെങ്കിൽ അത് ഊതുന്നതും. അപ്പൊ ഈ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒറ്റ വലിക്ക് ഇങ്ങനെ അതിലേക്ക് തന്നെ ശ്വാസം വിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ ആ ചൂട് തണയ്ക്കാൻ വേണ്ടി അതിലേക്ക് ഊതുക, ഇതൊക്കെ റസൂൽ വിരോധിച്ചതാണ് എന്നാണ്. ഭക്ഷണ സാധനത്തിലേക്ക് ഊതിയിട്ട് പാത്രത്തിലേക്ക് ഒന്ന് ഊതിയിട്ട് കഴിക്കാൻ പാടില്ല. അത്ര കൃത്യമായിട്ട് റസൂലിന്റെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രം ആധുനിക കാലഘട്ടത്തിലാണ്, അന്വേഷണവും പഠനമൊക്കെ. മനുഷ്യർക്ക് ഗുണകരമല്ലാത്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി അള്ളാഹുവിന്റെ ദീനാണിത്. അള്ളാഹ്ക്കറിയാം എല്ലാ നന്മകളും എല്ലാ തിന്മകളും. അപ്പം ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് ഊതുക പോലും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചില പ്രത്യേകമായൊരു സംഭവമുണ്ട്. അതൊക്കെ പൊതുവായിട്ട് എടുത്ത് പറഞ്ഞിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്തക്ക് യുദ്ധത്തിലെ ബിഷപ്പിന്റെ കാഠിന്യം കാരണം വയറ് വലിഞ്ഞു മുറുക്കി കെട്ടി. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഞാനൊന്ന് വീട്ടിൽ പോയി നോക്കട്ടെ ഒന്ന് വീട്ടിലേക്ക് പോയി എന്ന് ചോദിച്ചു. റസൂലിനോട് അനുവാദം ചോദിച്ചു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി വന്നു. ഭാര്യയോട് ചോദിച്ചു, സഹാബത്ത് വളരെ വിശന്ന് പൊരിയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ചെറിയൊരു ആട്ടിൻകുട്ടി ഇവിടെ ഉണ്ട്, ഒരല്പം ഗോതമ്പ് മാവ് ഇവിടെ ഉണ്ട്, എന്നാൽ അത് വേഗം പാകം ജാബിർ റളിയല്ലാഹു ആടിനെ അറുത്ത് കൊടുത്തു. അത് പാകം ചെയ്തു. എന്നിട്ട് റസൂലിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, റസൂലെ, താങ്കൾക്കും ഒരു 3-4 ആൾക്കാർക്കും കഴിക്കാനുള്ള ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്
പ്രവാചക തിരുമേനിയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറഞ്ഞു, ഇന്ന ജാബിറൻ സ്വനഅ തആമൻ ഫഹയ്യ അസ്രിഉ. എല്ലാവരും കൂടി ഒച്ചത്തിൽ റസൂലിനോട് ആകെ 3 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടെന്ന് ജാബിറുള്ളതെന്ന് പറഞ്ഞു. ജാബിർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും വരി എന്ന് പറഞ്ഞു. റസൂലിന്റെ ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഅ്ജിസത്ത് സഹാബത്തിന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹു വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ വരി ജാബിർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരി എന്നാണ്. അങ്ങനെ എല്ലാവരും വന്നു. 1000ഓളം ആളുകൾ ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുക. ആകെ 4-5 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് കൈവച്ചു. നഫസ ഫിയലിലേക്ക് ഒന്ന് ഊതിന. അല്ലാതെ ഭക്ഷണത്തിലൊക്കെ ഊതിയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി അല്ലാണ്ട് റസൂലിനില്ല. വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും അത് എന്നിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ദലായിലുൻ നുബുവ, പ്രവാചകത്വത്തിന്റെ അടയാളം മുഅ്ജിസത്ത് എന്ന അധ്യായത്തിലാണ് അത് കൊടുക്കുന്നത്. ഈ പ്രവാചകനെ പോലെ പ്രവാചകന്മാരാണ് ഞങ്ങളൊന്നല്ല ഇവര് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേകമായ സംഭവം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഒന്നും ഊതി കൊടുത്ത സംഭവമല്ല ഈ ഒരു സംഭവം. ഇത്തരം ഒരു സംഭവം അത് മുഅ്ജിസത്താണ്. ഇതുപോലെ മുഅ്ജിസത്ത് ഇപ്പൊ നമുക്ക് ഖുർആനില്ലേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ കാണാതായപ്പം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കരഞ്ഞ് കണ്ണ് വെളുത്തു, അന്ധത ബാധിച്ചു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ ഷർട്ട് പിതാവിന്റെ മുഖത്തിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഷർട്ട് പിതാവിന്റെ മുഖത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്തിട്ടപ്പോൾ ഫർത്തദ്ദ ബസീറ, ഖുർആൻ പറഞ്ഞു കാഴ്ച തിരിച്ചു കിട്ടി. അത് ഓതി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ മുഖത്ത് ഏതെങ്കിലും പ്രവാചകന്റെ അല്ലെങ്കിൽ മഹാന്മാരുടെ ഷർട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പ്രത്യേകമായ ഒരു മുഅ്ജിസത്താണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം മരണം വരെ അന്ധനാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ച ഈ മുഅ്ജിസത്തിന്റെ വചനം സഹാബത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്ത റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം മരണം വരെ അന്ധനാണ്. റസൂലിന്റെ ഷർട്ടാണല്ലായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു മുഅ്ജിസത്ത് വെളിപ്പെടുത്താൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടുമില്ല. അപ്പം മരണം ഈ അന്ധന്മാരുടെ മുഖത്ത് വസ്ത്രം കൊണ്ട് തടവിയാൽ മതി എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് മറ്റ് സൃഷ്ടികൾക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത, മുഅ്ജിസത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്, മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത, മറ്റുള്ളവരെ അശക്തമാക്കുന്ന കാര്യം എന്ന മുഅ്ജിസത്തിന്റെ. അത് പൊതുവായിട്ട് ഞങ്ങൾക്കും കഴിയുമെന്ന് പറഞ്ഞിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുതലെടുക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ചൂഷകന്മാരാണ്. എത്ര വലിയ പണ്ഡിതന്റെ വേഷം കെട്ടിയാലും എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പം ഭക്ഷണത്തിൽ ഊടാൻ പാടില്ല, തുപ്പാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ ദീനായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സർവശക്തനായ റബ്ബ് എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തന്ന റഹ്മാനെ, പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, ഞങ്ങളേവരെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണ റഹ്മാനെ. മരിക്കുന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. പടച്ചവനെ, അവരെയും ഞങ്ങളിൽ നിന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന തമ്പുരാനെ. പടച്ചവനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. അള്ളാഹുവെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, പ്രത്യേകമായി നമ്മുടെ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണ പ്രക്രിയക്ക് വലിയൊരു സംഖ്യ സംഭാവന ചെയ്യുകയും ചെയ്ത വിദേശത്തുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അള്ളാഹുവെ, അദ്ദേഹത്തിന്റെ രോഗത്തിന് പൂർണ്ണ ശിഫ നൽകണ റഹ്മാനെ. അദ്ദേഹത്തിന് നീ ആരോഗ്യവും ആയുസ്സും തിരിച്ചു നൽകണ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ഏവർക്കും നീ ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നൽകണ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
الإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله